ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് കൊറോണയൊക്കെ മെല്ലെ മെല്ലെ പിൻവാങ്ങി തുടങ്ങി എന്നാണ് തോന്നുന്നത്. എന്തായാലും കുറച്ചുകൂടി നമ്മളെ ക്ലാസ്സുകൾ ഓൺലൈനും വീഡിയോ ക്ലാസ്സുകളിലെയുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സാണ്. ഈ ഹീറ്റ് എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനായാലും ഒരു മൃഗത്തിനായാലും ഒരിക്കലും ഒരു കംഫർട്ട് തരുന്ന സാധനമല്ല. അതൊരു അൺകംഫർട്ടാണ് ഫീലിംഗ് ആണ് നമുക്കുണ്ടാക്കുക. അപ്പോൾ ഒരു മെഷീനും അതുപോലെ തന്നെയാണ്. അതൊരിക്കലും കൂടുതൽ ഹീറ്റാവാനോ ഹീറ്റിൽ വർക്ക് ചെയ്യാനോ സാധിക്കില്ല. അതിൻ്റെ എഫിഷ്യൻസിയെ അത് ബാധിക്കും, ലൈഫിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴേ ഇതിൽ എന്താണ് കൂളിംഗ്? കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രോസസ്സാണ്. അത് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റിനെ ഒന്ന് ഡിസിപ്പേറ്റ് ചെയ്യുക, അല്ലെ കുറക്കുക. അത് ഒരു സേഫ് വാല്യൂവിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഹീറ്റ് പറ്റ ഇല്ലാതാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ സേഫ് വാല്യൂവിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ കൂളിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഈ കൂളിംഗ് ൻ്റെ നെസസിറ്റി? വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് കൂളിംഗ്? അപ്പോൾ അത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, നമ്മളെ കോയിൽ, ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വൈൻഡിങ്ങിന്. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷൻ ഡിഗ്രഡേഷൻ നടന്നിട്ട് നമ്മളെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സൊക്കെ നമ്മൾ കുട്ടികൾ എല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ ആ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോർട്ട് സർക്യൂട്ടൊക്കെ എല്ലാം വരാൻ സാധ്യത ഉണ്ടാവും. പിന്നെ ചൂട് കുറേ കൂടിയാൽ ഇറ്റ് വിൽ ഡാമേജ് ദ വേരിയസ് പാർട്സ് ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ ഒരു പ്രോപ്പർ വർക്കിങ്ങിന്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന്, ലോങ്ങർ ലൈഫിന് ഇതൊക്കെ ഈ കൂളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആവശ്യമാണ്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ കൂൾ ചെയ്യുക? നമ്മളിപ്പം പിന്നെ മനുഷ്യരാണെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ എ സിയുടെ റൂമിൽ കയറിയിരിക്കും, അതല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലിരിക്കും. പണ്ട് കാലത്തൊക്കെ ഈ എ സിയും ഫാനൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികരൊക്കെ ആണെങ്കിൽ രാത്രി കിടക്കുമ്പം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് തലയിലൊഴിച്ചിട്ട് തണുപ്പിച്ചിട്ട് കിടക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ തണുപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോമർ തണുപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ചില മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സ് നമ്മൾ നോക്കുമ്പം പിന്നെ ഒന്ന് നാച്ചുറൽ എയർ തന്നെയാണ്. ഈ നാച്ചുറൽ എയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ചെറിയ ട്രാൻസ്ഫോമേഴ്സ് നമ്മളെ ചാർജറിലൊക്കെ കാണുന്ന, നമ്മളെ ലാബിലൊക്കെ കാണുന്ന ചെറിയ ട്രാൻസ്ഫോമേഴ്സ് കാണാം. അപ്പോൾ ചെറിയ റെക്ടിഫയറിലൊക്കെ, റേഡിയോസിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ റെക്ടിഫയേഴ്സ്, അത് നാച്ചുറൽ എയർ മെത്തേഡിൽ കൂൾ ചെയ്യുന്നതാണ്. അത് അതിൻ്റെ സറൗണ്ട്സിങ്ങിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. ആ എയർ സർക്കുലേഷൻ കൊണ്ട് അത് കൂളാവും. ഈ കൂളിംഗ് മെത്തേഡ്സൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഈ കൂളിംഗ് നമ്മൾ നാച്ചുറൽ എയർ കൊണ്ടുള്ള സർക്കുലേഷൻ കൊണ്ടാണ് അതിൽ നടക്കുന്നത്. അതൊക്കെ ചെറിയ ട്രാൻസ്ഫോമറിൽ മാത്രമേ അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആ എയർ ഉള്ളത് കൊണ്ട് മാത്രം, ആ ഒരു നമ്മളെ ചുറ്റുപാടുള്ള എയർ കൊണ്ട് മാത്രം ചിലപ്പോൾ ഈ കൂളിംഗ് എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു എയർ ബ്ലാസ്റ്റ് കൊടുക്കും. വേറൊരു മെത്തേഡാണ് എയർ ബ്ലാസ്റ്റ്.
എയർ ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് എയർ. ഒരു ഫാനൊക്കെ വെച്ചിട്ട് നമ്മളൊരു എയർ ബ്ലാസ്റ്റ് ചെയ്യും അതിലേക്ക്. അപ്പം അങ്ങനെ എയർ ബ്ലാസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂളിംഗ് എഫക്റ്റ് കുറച്ചുകൂടി കൂടും. അതല്ലാത്ത വേറൊരു മെത്തേഡ് വരുന്നത് നാച്ചുറൽ ഓയിൽ കൂൾഡ് ആണ്. അതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നാച്ചുറൽ ഓയിൽ കൂൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിലിൻ്റെ അകത്ത് നമ്മൾ കോറും വൈൻഡിങ്സും എല്ലാം ഇമ്മേഴ്സ് ചെയ്തിട്ട് വെക്കും. അപ്പോൾ ഒരു ടാങ്കിലാണ്, ഒരു മെറ്റൽ ടാങ്കിലാണ് നമ്മൾ വൈൻഡിങ്സും കോറും എല്ലാം വെച്ചിട്ടുള്ളത്. അതിൽ ഓയിൽ ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സൊക്കെ അങ്ങനത്തെ ടൈപ്പാണ്, നാച്ചുറൽ ഓയിൽ കൂൾഡ്. അപ്പോൾ ഓയിൽ അതിലുണ്ട്. ഇത് ചൂടാവുമ്പം ചൂടായ ഓയിൽ മേലോട്ട് പോവും. താഴെ അടിയിൽ ചൂട് കുറഞ്ഞ ഓയിലാണ് നിൽക്കുക. അപ്പോൾ അത് ഈ ലിക്വിഡിൻ്റെ നമ്മൾ പറയും കൺവെക്ഷൻ മെത്തേഡിൽ അത് ആ ഹീറ്റ് മറ്റു പുറം ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടുന്ന് പിന്നെ റേഡിയേറ്റർ ട്യൂബിലെത്തി അവിടുന്ന് പിന്നെ വീണ്ടും അത് എയറിലൂടെ തന്നെ അത് പിന്നെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടക്ഷൻ അവിടെ നടക്കും. അപ്പോൾ ഇതിൽ നാച്ചുറൽ എയർ മാത്രമേ ഉള്ളൂ. അപ്പം അതും പോരാതെ ഇരിക്കുമ്പം ഈ നാച്ചുറൽ ഓയിൽ മാത്രമാണ് ഇതിൽ പറഞ്ഞത്. നാച്ചുറൽ ഓയിൽ കൂൾഡാണ്. ഇതിൽ പിന്നെ ഈ നാച്ചുറൽ ഓയിൽ കൂൾഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എയർ ബ്ലാസ്റ്റ് കൂടി കൊടുക്കും. അപ്പോൾ നാച്ചുറൽ ഓയിൽ ആൻഡ് ഫോഴ്സ്ഡ് എയർ, അങ്ങനെ ഒരു മെത്തേഡ് അടുത്തത്. അപ്പോൾ അതിലെന്താ ചെയ്യുക, അതിൽ ഓയിൽ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. ഇതാ ഓയിൽ ഇവിടെ ഉണ്ട്, കൂടാതെ ഇവിടെ കുറച്ച് ഫാൻസ് വെച്ച് കൊടുക്കും. ഇതാ ഇവിടെയും ഫാൻ ഉണ്ട്. ഈ റേഡിയേറ്റർ ട്യൂബ്സിലേക്ക് ഫാൻ എയർ ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നാച്ചുറൽ ഓയിൽ ആൻഡ് എയർ ബ്ലാസ്റ്റ് മെത്തേഡ്. നാച്ചുറൽ ഓയിലാണ്, ഓയിലൊന്നും ചെയ്യുന്നില്ല, ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. എയർ ബ്ലാസ്റ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കും. അപ്പോൾ നാച്ചുറൽ ഓയിൽ എയർ ബ്ലാസ്റ്റ് മെത്തേഡ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നോക്കുക, ഇവിടെ ഓയിൽ ബ്ലാസ്റ്റ് മെത്തേഡ്, ഫോഴ്സ്ഡ് ഓയിൽ. ഇവിടെ എന്താണ്, നാച്ചുറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ മാത്രം ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എന്താണ്, ഓയിൽ മേലേക്കാട് ചൂടുള്ള ഓയിൽ പുറത്തേക്ക് എടുക്കും. അവിടുന്ന് ഒരു പമ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് അകത്തേക്ക് അടിയിൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഇതൊരു ഫോഴ്സ്ഡ് ഓയിലാണ് മെത്തേഡാണ്. ഈ ഓയിൽ ബ്ലാസ്റ്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോഴ്സ്ഡ് ഓയിൽ, ഇത് നേരെ ഓയിൽ നമ്മൾ പുറത്തേക്ക് എടുത്ത്, ഒരു ഓയിലിൻ്റെ സർക്കുലേഷൻ ഉണ്ട്. നാച്ചുറൽ ഓയിലാണെങ്കിലോ ഓയിൽ അവിടെ ഫില്ല് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് വരുമ്പോൾ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഓയിൽ ആൻഡ് എയർ. രണ്ടും ഫോഴ്സ്ഡ് ആണ്. ഓയിലുണ്ട്, ഓയിൽ പുറത്തേക്ക് ഇങ്ങനെ എടുക്കും. ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പുറത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള ട്യൂബിൽ കൂടെ ഓയിൽ വീണ്ടും അകത്തേക്ക് വരും. പക്ഷേ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് ഈ ട്യൂബുകളിൽ നമ്മൾ എയർ ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂളിംഗ് എഫക്റ്റ് കുറച്ചുകൂടി കൂടും. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് ഇവിടെ. ഈ ഓയിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ട്യൂബുകളിൽ കൂടെ വന്ന് പമ്പിലൂടെ ഇവിടെ ട്രാൻസ്ഫോമറിലെത്തും. അവിടേക്ക് നമ്മൾ ഈ ഫാൻ വെച്ചിട്ട് എയർ ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഓയിൽ ആൻഡ് എയർ. ആ മെത്തേഡ് ഇതൊക്കെ കുറച്ച് വലിയ കപ്പാസിറ്റി കൂടിയ ട്രാൻസ്ഫോമറിലാണ് ഉപയോഗിക്കുക. അടുത്തത് വരുമ്പോൾ ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. ഓയിലുണ്ട്, വെള്ളമുണ്ട്. അപ്പം എങ്ങനെ ഓയിലും വെള്ളം കൂടി മിക്സ് ആകാൻ കഴിയില്ലല്ലോ. അപ്പം ഇവിടെ ചെയ്യുന്നത് നമ്മളെ ടാങ്ക്, ഇത് ഓയിൽ, ഇത് ട്രാൻസ്ഫോമർ, അതിൻ്റെ ടാങ്കിൽ ഓയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ട്യൂബിൽ കൂടെ, ഇതൊരു ട്യൂബ്, ഈ ട്യൂബിൽ കൂടെ നമ്മൾ വെള്ളം കടത്തിവിട്ട് ഈ ഓയിലിനെ തണുപ്പിക്കുന്നു. അതാണ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. അപ്പോൾ ഓയിൽ ഇവിടെ സ്റ്റാൻഡ് സ്റ്റില്ലാണ്, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് അല്ല, നാച്ചുറൽ ആണ്. അതിലേക്ക് കൂടെ പൈപ്പ് കടത്തിയിട്ടുണ്ട്. ഏരിയ കൂടാൻ വേണ്ടി പൈപ്പ് ബെൻഡാക്കിയിട്ട് സ്പൈറലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. അതിൽ കൂടെ പമ്പ് ഉപയോഗിച്ച് കോൾഡ് വാട്ടർ ഈ ഇൻലെറ്റ്, പിന്നെ ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇതിൽ കൂടെ ഈ ഓയിലിനെ തണുപ്പിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ ട്രാൻസ്ഫോമർ കൂൾഡായിട്ട് വരും. അപ്പോൾ ഇത് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. അത് കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്. ഇവിടെ നമ്മൾ ഫോഴ്സ്ഡ്
ഓയിലാണ്. ഓയിൽ നമ്മൾ പുറത്തേക്ക് എടുക്കും. പുറത്തേക്കെടുത്ത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ട്യൂബിൽ കൂടെ വീണ്ടും അകത്തേക്ക് എത്തിക്കും പമ്പ് വഴി. പക്ഷെ ഇവിടെ നമ്മൾ വാട്ടർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു വാട്ടർ ഇൻലെറ്റ്, ഇതും ഒരു പമ്പ് ഉപയോഗിച്ച് വാട്ടർ നമ്മൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ വാട്ടർ കൂൾഡ്, ഫോഴ്സ്ഡ് ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്, ഇത്രയും മെത്തേഡിലാണ് നമ്മൾ ഈ കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, കൂളിംഗ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. നമ്മൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയും. ഇവിടെ പോയാൽ എന്തിനാണ് കൂളിംഗ് എന്ന് നമുക്കറിയാം, അതിൻ്റെ ആവശ്യകത നമുക്കറിയാം. പിന്നെ നാച്ചുറൽ എയർ മെത്തേഡ്, വീണ്ടും ആ എയർന്ന് തന്നെ തുടങ്ങാം. നമ്മൾ എയർ ബ്ലാസ്റ്റ് മെത്തേഡ്, അവിടെ ഒന്ന് നാച്ചുറൽ എയർ ആണ്, എയർ ഒന്നും ചെയ്യുന്നില്ല, സറൗണ്ടിങ് സർക്കുലേഷൻ കൊണ്ട് അത് തണുക്കും. പിന്നെ ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യും, ഫോഴ്സ്ഡ് എയർ. പിന്നെ നാച്ചുറൽ ഓയിൽ, പിന്നെ ആ ഓയിൽ തന്നെ, നാച്ചുറൽ ഓയിൽ തന്നെ എയർ ബ്ലാസ്റ്റ് കൂടി കൊടുക്കും, ഫോഴ്സ്ഡ് എയർ കൂടി കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഓയിൽ ആൻഡ് എയർ, പിന്നെ ഓയിൽ ആൻഡ് വാട്ടർ കൂൾഡ്, പിന്നെ ഫോഴ്സ്ഡ് ഓയിൽ വാട്ടർ കൂൾഡ്. അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട കൂളിംഗ് മെത്തേഡ്സ്. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു പ്രധാന താരം ഓയിലാണ്, ട്രാൻസ്ഫോമർ ഓയിലാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ ഇത് പാർട്ട് ഓഫ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന കാര്യം നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ട്രാൻസ്ഫോമർ ഓയിൽ? ട്രാൻസ്ഫോമർ ഓയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേകതരം ഓയിലാണ്. നമുക്ക് ചെറിയ രീതിയിൽ പറയണം, നമുക്ക് അങ്ങനെ പറയാം, ഒരു പ്രത്യേകതരം ഓയിലാണ്. അത് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. അത് ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആണ്. നമ്മളത് സാധാരണ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇൻസുലേറ്റ് ചെയ്യാനും ആർക്കിങ് നിർത്താനും പിന്നെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനുമാണ്, ഒരു കൂളൻ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഈ കൊറോണ ഡിസ്ചാർജ്, കൊറോണ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്കെല്ലാം നല്ല പേടിയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കാം. കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. നിങ്ങൾക്കത് ഇവിടെ ഇങ്ങനെ കാണാം. ഇത് കണ്ടക്ടറാണ്, ഇത് രണ്ടും കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ നമ്മൾ ഒരു ഹ്യൂമിഡ് സബ്സ്റ്റൻസ്, ഒരു ഫ്ലൂയിഡോ എന്തെങ്കിലും ആയിട്ടുള്ളത്, അത് അയോണൈസ്ഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഡിസ്ചാർജ്, അതൊരു സ്പാർക്കിൻ്റെ അത്ര ശക്തിയിലേക്കൊന്നും പോവില്ല, എന്നാലും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സാധനം ഈ ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ, ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പം നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്ന ഓയിൽ ഉപയോഗിക്കുന്നത്, ഈ ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യാൻ, ആർക്ക് ഒഴിവാക്കാൻ, കൊറോണ എഫക്റ്റ് ഒഴിവാക്കാൻ, പിന്നെ അതിൻ്റെ ഈ ഹീറ്റ് കുറക്കാൻ, അത് ഹീറ്റ് കുറക്കുക എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആസ് എ കൂളൻ്റ്, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ട്രാൻസ്ഫോമർ ഓയിൽ. അപ്പോൾ എന്തൊക്കെ തരം ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ട്? പ്രധാനമായിട്ട് 3 തരം ട്രാൻസ്ഫോമർ ഓയിലാണുള്ളത്. അത് മിനറൽ ഓയിലിൽ നിന്ന് വരുന്നത്, മിനറൽ ഓയിൽ നമുക്ക് അറിയാം, അത് പിന്നെ നാച്ചുറലാണ്, അത് ക്രൂഡ് പെട്രോളിയം റിഫൈൻ ചെയ്തെടുക്കുന്നതാണ്. അതിൽ തന്നെ നമുക്ക് നാഫ്ത ബേസ്ഡും പാരാഫിൻ ബേസ്ഡും ഉണ്ട്. നാഫ്ത ബേസ്ഡിന് സ്ലഡ്ജും അത് ഇതിൽ കുറച്ച് കൂടുതലായിരിക്കും, മോയ്സ്ചർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പാരാഫിൻ കുറച്ചുകൂടി അതിൽ ഭേദപ്പെട്ടതാണ്. 2 തരമുണ്ട് മിനറൽ ഓയിലിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, പാരാഫിൻ ബേസ്ഡ് ആൻഡ് നാഫ്ത ബേസ്ഡ്. അപ്പോൾ ഇത് രണ്ടും മിനറലാണ്. അപ്പോൾ ഈ മിനറൽ ഓയിൽ നല്ല കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിന് പിന്നെ എന്താണ്, ഹീറ്റ്
ഇത് നന്നായിട്ട് കണ്ടക്ട് ചെയ്യും, അതേസമയം ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അത് നല്ലൊരു ക്വാളിറ്റിയാണത്. നമുക്ക് ട്രാൻസ്ഫോമർ ഓയിലിന് വേണ്ട ക്വാളിറ്റികളിൽ 2 എണ്ണമാണത്. പിന്നെ ഇത് നമുക്ക് പറഞ്ഞല്ലോ റിഫൈനിങ് വഴിയാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റിഫൈനിങ് ക്രൂഡ് പെട്രോളിയം. പിന്നെ ഇതിനൊരു കുഴപ്പമുള്ളത്, ഈ മിനറൽ ഓയിൽസിനൊരു കുഴപ്പമുള്ളത്, അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അതൊരു മോയ്സ്ചർ അബ്സോർബ് ചെയ്താൽ നമ്മളെ ക്വാളിറ്റി ഓഫ് ഓയിലിനെ അത് ബാധിക്കും. അതുപോലെ അത് ഇൻഫ്ലെയിമബിൾ ആണ്, കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല കെയർ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിന്? ഈ ഓയിൽ ഷുഡ് കീപ്പ് എവേ ഫ്രം ദ ഫയർ ആൻഡ് മോയ്സ്ചർ. ഫയർ പിടിക്കാനുള്ള സാധ്യത, തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത. അപ്പം മിനറൽ ഓയിൽ അതാണ് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചീപ്പാണ് വെൻ കമ്പയർഡ് ടു അതർ ഓയിൽസ്. പിന്നെ എന്താണുള്ളത്? നാച്ചുറൽ അല്ലെങ്കിൽ പിന്നെ സിന്തറ്റിക്. സിന്തറ്റിക് എന്താണ്? നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് കെമിക്കൽ പ്രോഡക്റ്റ്. അപ്പോൾ കെമിക്കൽ ആക്ഷൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന, കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഓയിലുകളുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ അത് പെട്ടെന്ന് തീ പിടിക്കില്ല. അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ തീപിടുത്തം വലിയ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അണ്ടർഗ്രൗണ്ട് മൈൻസ്, റിഫൈനറീസ്, മറ്റ് അസാഡസ് ലൊക്കേഷൻസ്, ടണൽസ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൽ ഇതുപോലത്തെ സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിലൊരു കാര്യമുള്ളത്, തീ പിടിക്കില്ല എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇത് കോസ്റ്റ്ലിയർ ആണ്, കോസ്റ്റ്ലിയർ ദാൻ മിനറൽ ഓയിൽസ്. ഇതിൽ തന്നെ 2 തരമുണ്ട്. ഒന്ന് സിലിക്കൺ ലിക്വിഡ്സ്, അത് ലോ ഇൻഫ്ലേമബിളാണ്, കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ തീ പിടിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഹൈഡ്രോ കാർബൺ ലിക്വിഡ്സ് നോൺ ഇൻഫ്ലേമബിളാണ്, കത്തുകയില്ല, അത് തീപിടുത്തം അതിനുണ്ടാവുകയില്ല. പക്ഷേ ചില ജേർണൽസിലൊക്കെ വായിക്കാൻ പറ്റി ഹൈഡ്രോ കാർബൺ ലിക്വിഡ്സ് ചില രാജ്യങ്ങളിലൊക്കെ ചില പൊല്യൂഷൻ ഇഷ്യൂ കൊണ്ട് ഉപയോഗം നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സിന്തറ്റിക് ഓയിലാണ്, അതൊരു കെമിക്കൽ പ്രൊഡക്റ്റാണ്. അതിൽ സിലിക്കൺ ലിക്വിഡ്സ് ഉണ്ട്, ഹൈഡ്രോ കാർബൺ ലിക്വിഡ്സ് ഉണ്ട്, തീപിടുത്തം കുറവാണ്. ഇതുകൊണ്ട് തന്നെ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഓയിലുകളിൽ, ട്രാൻസ്ഫോമറിലെ ഓയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ഈ ഓയിലിൻ്റെ ആവശ്യം പറഞ്ഞു. ഈ ഓയിൽ നമുക്കൊരു ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം, അത് നമ്മൾ റെസിസ്റ്റീവ് ആവണം, നല്ല ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടാവണം, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഹീറ്റ് നന്നായിട്ട് കണ്ടക്ഷൻ നടത്തണം, ഈ ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം, പിന്നെ പെട്ടെന്ന് തീ പിടിക്കാൻ പാടില്ല, മോയ്സ്ചർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പാടില്ല, പിന്നെ ലോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പോൾ ഒഴുകാനുള്ള ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കുപ്പിയിൽ നിന്ന്, ഒരു ബോട്ടിലിൽ നിന്ന് നമ്മളൊരു ഒരു ജാം പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് പുറത്തേക്ക് കിട്ടൂല, പക്ഷെ വെള്ളം നേരെ പുറത്തേക്ക് വരും. അത് വിസ്കോസിറ്റിയുള്ള വ്യത്യാസമാണ്. അപ്പോൾ ലോ വിസ്കോസിറ്റി ആയിരിക്കണം. അപ്പോൾ ഇതിന് ഒഴുകാനുള്ള ശക്തി കൂടുതലുണ്ടാവണം, ആ ഒഴുകാനുള്ള റെസിസ്റ്റിവിറ്റി കുറവായിരിക്കണം എന്നർത്ഥം. എന്നാൽ മാത്രമേ ഈ ഓയിൽ ചൂടാകുമ്പോൾ മേലോട്ട് പോവുകയും, അകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ മേലോട്ട് പോവുകയും ആ ഹീറ്റ് കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ ഷുഡ് ഹാവ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എന്താണ്? ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്, അതിൻ്റെ അർത്ഥം ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വേണം. പിന്നെ ബെറ്റർ ഹീറ്റ് കണ്ടക്ടിവിറ്റി, ഫയറിംഗ് പോയിന്റ് ഹൈ ആയിരിക്കണം, പെട്ടെന്ന് തീ പിടിക്കാൻ പാടില്ല, പെട്ടെന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പാടില്ല, ലോ വിസ്കോസിറ്റി ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പ്രോപ്പർട്ടീസ് അതിന് വേണം. പിന്നെ ഇതിൻ്റെ പ്രധാന ആവശ്യങ്ങൾ, നെസസിറ്റി ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ എന്തൊക്കെയാണ്? അതിൽ പ്രധാനമായിട്ടും എടുത്ത് നമുക്ക് പറയേണ്ടത് ഒന്ന് കൂളിംഗ് നടക്കണം, പ്രോപ്പറായിട്ടുള്ള ഒരു കൂളിംഗ് നടക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ്
the transformer to run efficiently, and it will increase the life of the transformer. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് നടത്തുന്നത്. അതിന് നമുക്ക് ഓയിൽ ആവശ്യമാണ്. പിന്നെ ഇൻസുലേഷൻ, നമ്മൾ അതിൽ അകത്ത് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻസുലേറ്റീവ് മെറ്റീരിയൽ ആയിട്ട് പ്രവർത്തിക്കണം. എന്താ ഇൻസുലേറ്റീവ് മെറ്റീരിയൽ ആയിട്ട് പ്രവർത്തിച്ചാൽ സുഖം, നമുക്കതിൻ്റെ സൈസ് കുറക്കാൻ പറ്റും, പാർട്ട് ടു പാർട്ട് ക്ലിയറൻസ് ചെറുതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൈസ് ചെറുതാക്കാൻ പറ്റും, കോസ്റ്റ് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ ഇൻസുലേഷൻ, നല്ല ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ളതായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ഓയിൽ പഠിച്ചു, ടൈപ്സ് പഠിച്ചു, നെസസിറ്റിയും പഠിച്ചു. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളതിന് ടെസ്റ്റ് ചെയ്യണം. എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണ്ടത്? ഒന്ന്, അതിൻ്റെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കണം. അപ്പം അത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല, അത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ അസിഡിറ്റി ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3-4 ടെസ്റ്റാണ് നമ്മൾ കാര്യമായിട്ടാണ്. എന്താ ഫീൽഡ് ടെസ്റ്റ് ഓഫ് ഇൻസുലേറ്റിംഗ് ഓയിൽ എന്ന് പറയുന്നത്? ഒരു ഫീൽഡ് ടെസ്റ്റ്, അത് നമ്മൾ പിന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായ ഒരു വാട്ടർ സർഫസിലേക്ക് ഒരു തുള്ളി ഓയിൽ, ഈ ടെസ്റ്റ് ചെയ്യേണ്ട ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരക്കാൻ പാടില്ല. അത് പരന്നാൽ തന്നെ വളരെ കൂടുതൽ, ഒരു 18 mm കൂടുതൽ, സ്ക്വയറിൽ കൂടുതൽ അത് പരക്കാൻ പാടില്ല. അങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നു. ക്രാക്കിൾ ടെസ്റ്റ്, വെള്ളം ഉണ്ടോ എന്നറിയാൻ നമ്മൾ നടത്തുന്നു. ഡൈ ഇലക്ട്രിക് ടെസ്റ്റ്, ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെസ്റ്റാണത്, അത് നടത്തുന്നു. പിന്നെ അസിഡിറ്റി ടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽഡ് ടെസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ മാതിരി ഒരു പിപ്പറ്റ് ഉപയോഗിച്ച് ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ സർഫസിലേക്ക്, സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ സർഫസിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നു. അപ്പം അതിൻ്റെ ഷേപ്പ് റീറ്റെയിൻ ചെയ്യണം, ഓയിൽ ന്യൂ ആണെങ്കിൽ. അങ്ങനെ അത് ഒന്നുകിൽ അത് ഫ്ലാറ്റൻ ആവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 15 മുതൽ 18 mm ഏരിയയിൽ മാത്രമാണ്, ഒരു ഡയ ഉള്ള ഒരു ഏരിയയിൽ 15 മുതൽ 18 mm ഡയ ഉള്ള ഒരു ഏരിയയിൽ മാത്രമേ അത് സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലാറ്റൻ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് റീകണ്ടീഷൻ ചെയ്യണം. പിന്നെ ഒരു ലോങ്ങർ സ്പ്രെഡ് ഉള്ള ഓയിൽ വിത്ത് ലോങ്ങർ സ്പ്രെഡ് ഈസ് അൺസ്യൂട്ടബിൾ, അത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം നമുക്കത് വളരെ ഈസി ആയിട്ട് ചെറിയ രീതിയിൽ അത് ചെയ്യണം. പിന്നെ നമ്മൾ പറയും ക്രാക്കിൾ ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ. ക്രാക്കിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളമുണ്ടോ, മോയ്സ്ചർ കയറിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അത് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു ഹോട്ട് പ്ലേറ്റിലേക്ക് വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൗണ്ട് ഫീൽ ചെയ്യും, ഒരു ക്രാക്കിൾ സൗണ്ട്. അതേ സമയത്ത് ഓയിൽ മാത്രമാണെങ്കിലോ ഒരു സ് എന്നൊരു സൗണ്ട് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് അങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഒരു മെറ്റൽ ട്യൂബ്, ഒരു ഭാഗം ക്ലോസ് ചെയ്ത മെറ്റൽ ട്യൂബ്, അത് നമ്മൾ ഹീറ്റർ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, ക്രാക്കിൾ സൗണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും അതിൽ പിന്നെ ജലാംശം അടങ്ങിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാൻ കഴിയില്ല, ഓയിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഇത് വേറെ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി ഇതൊരു ഹോട്ട് പ്ലേറ്റ് ആണ്, ഇതിലേക്ക് 2 തുള്ളി ഓയിൽ ഉറ്റിക്കുക, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഓയിൽ. അപ്പോൾ ഇതിൽ പിന്നെ ഒരു ക്രാക്കിൾ സൗണ്ട് വരും, എവാപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ബബിൾസ് പോകുന്നതൊക്കെ, സ്റ്റീം ബബിൾസ് ഒക്കെ പോകുന്നത് നമുക്ക് കാണാം. അതൊരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കും ഇതിൽ വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതിന് പിന്നെ പ്രസൻസ് ഓഫ് വാട്ടർ നമുക്കറിയാൻ കഴിയും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹോട്ട് പ്ലേറ്റ് ഒരു 160 ഡിഗ്രിയിൽ ചൂടാക്കുക, അതിലേക്ക് 2 തുള്ളി ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമുക്ക് ക്രാക്കിൾ സൗണ്ട് വരും, അത് വേപ്പറായിട്ട്
ആ വെള്ളം മേലോട്ട് പൊങ്ങി പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്, നമ്മൾ ഡൈഇലക്ട്രിക് ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ. ഇത് നമ്മൾ ഒരു ബ്രേക്ക് ഡൗൺ ടെസ്റ്റർ ഉപയോഗിച്ചാണ് ചെയ്യുക. എന്താ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ ടെസ്റ്റർ അതിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ചിത്രം കാണാം, ഇതുപോലുള്ളൊരു ടെസ്റ്റർ. ഇതെല്ലാം നമ്മളെ ലാബിലുണ്ട്. ഇതൊരു ഹൈ വോൾട്ടേജ് പോർഷനാണ്. ഇവിടെയാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ പോർഷൻ ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടിട്ടുണ്ട് കണ്ടോ. ഇത് ഈ ഗ്ലാസ് ട്യൂബിൽ, ഈ ഗ്ലാസ് ചേംബറിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് ഇത് രണ്ട് ഇലക്ട്രോഡ്സ് ആണ്, ആനോഡും കാത്തോഡും. ഇതൊരു 2.5 mm ഗ്യാപ്പിൽ, ചിലത് 4 mm ഗ്യാപ്പിലുള്ളതും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ലാബിലൊക്കെ ഉള്ളത് ഇപ്പം 2.5 mm ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടി വരുമ്പം ഇത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, ഡിസ്ചാർജ് ഉണ്ടാവും. ഈ ഭാഗം ബ്രേക്ക് ഡൗൺ ആവും. ഈ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയിട്ട്, ഇത് ഓയിലാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളത്, ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്യും. അത് സാധാരണ റിഫൈൻഡ് അല്ലാത്ത ട്രാൻസ്ഫോമർ ഓയിൽ പുതിയതിനാണെങ്കിൽ ഒരു 30 kVയോളം വരുമ്പം അത് ബ്രേക്ക് ഡൗൺ ആവും. അത് റിഫൈൻഡ് ആയാലും ഒരു 50 kV to 60 kV ഒക്കെ അത് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഡൗൺ ടെസ്റ്റാണ്. ഇത് നമ്മൾ ലാബിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ഓരോ മെറ്റീരിയലിനും ഡിഫറെൻറ്റ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ ഓയിലിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് പരിശോധിക്കുന്നത്. അതിന് ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് പരിശോധിക്കാൻ ഒരു BDV ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിലൊരു ഹൈ വോൾട്ടേജ് ഫെസിലിറ്റി ഉണ്ട്. 0 to 60 to 70 kVയിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ഓയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ കുറവാണെങ്കിൽ ആ ഓയിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഇനി അസിഡിറ്റി ടെസ്റ്റ്. ഈ അസിഡിറ്റി കൂടിയാലും നമുക്ക് ഓയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ അസിഡിറ്റി കൊറോഷനും മറ്റുമൊക്കെ വളരെയധികം കൊറോഷനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഓയിലിൻ്റെ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ എക്യുപ്മെൻസിൻ്റെ ലൈഫിനെയൊക്കെ അത് ബാധിക്കും, എഫിഷ്യൻസിനെ ബാധിക്കും. അപ്പോൾ അസിഡിറ്റി ടെസ്റ്റ് ഇതൊരു കെമിക്കൽ ടെസ്റ്റാണ്. ഇതിനൊരു കിറ്റ് വാങ്ങാൻ കിട്ടും, നമുക്ക് ഓയിൽ അസിഡിറ്റി കിറ്റ് വാങ്ങാൻ കിട്ടും. ആ കിറ്റ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മില്ലി ട്രാൻസ്ഫോമർ ഓയിൽ, ചെക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഓയിൽ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1 മില്ലി റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഇഥൈൽ ആൽക്കഹോള് ഒഴിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടായിട്ടുള്ള ഡിസോൾവ്ഡ് ആസിഡിനെ ഇത് എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 മില്ലി സോഡിയം കാർബണേറ്റ്, ഇതെല്ലാം ഈ കിറ്റിലുണ്ടാവും, നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുലുക്കുക. എന്നിട്ടൊരു 5 തുള്ളി യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് വരുമ്പം അതിങ്ങനെ അതിൻ്റെ കളറ് മാറിയിട്ട് വരും. അപ്പോൾ കളറ് മാറിയിട്ട് വരുമ്പോൾ ആ കളറിൻ്റെ ഒരു ചാർട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം ഇതുപോലെ ഒരു ചാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ചാർട്ടിൽ നമുക്ക് നോക്കാൻ പറ്റും. എന്താണ് 0 ആണെങ്കിൽ ഇത് ഈ ബ്ലാക്ക് കളറ്, നമ്മളെ പുസ്തകത്തിൽ, നിമിയുടെ പുസ്തകത്തിൽ കൊടുത്തത് ബ്ലാക്ക് 0, 0.2 ഗ്രീൻ ആൻഡ് 0.5 യെല്ലോ, അങ്ങനെയാണ് അത് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ടാണ് കിട്ടുക. അതിൻ്റെ ഏത് കളറായി, ചിലപ്പം ഈ 0 കഴിഞ്ഞിട്ട് 0.2ലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, 0.1 ആണെങ്കിൽ ഈ കളറായിരിക്കും. ആ കളറ് കിട്ടും. ആ കളർ നോക്കിയിട്ടാണ് നമ്മൾ ഇതിലെ അസിഡിറ്റി കണ്ടൻറ്റ് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി പറയാം, ഈ പറഞ്ഞു കൊടുത്ത ഈ ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റിങ് എന്താണ്, ട്രാൻസ്ഫോമർ ഓയിൽ നമ്മൾ പറഞ്ഞു, അതിൽ ടൈപ്സ് പറഞ്ഞു. മിനറൽ ഓയിൽസ് ടൈപ്പ് ഉണ്ട്, സിന്തറ്റിക് ഓയിൽ ടൈപ്പ്. മിനറൽ ഓയിൽസിൽ തന്നെ നമ്മൾ പാരാഫിൻ ബേസ്ഡും നാഫ്ത ബേസ്ഡും ഉണ്ട്. ഫ്ലെയിമബിൾ ആണ്, അത് കത്താൻ സാധ്യതയുണ്ട്, മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. സിന്തറ്റിക് ഓയിലിൽ നമ്മൾ സിലിക്കൺ ലിക്വിഡ്സ് ഉണ്ട്, ഹൈഡ്രോ കാർബൺ ലിക്വിഡ്സ് ഉണ്ട്. സിലിക്കൺ ലിക്വിഡ്സ് ലോ ഫ്ലെയിമബിൾ ആണ്, ലോ ഇൻഫ്ലെയിമബിൾ ആണ്.
കുറച്ച് മാത്രമേ അത് കത്താൻ സാധ്യതയുള്ളൂ. പിന്നെ ഹൈഡ്രോ കാർബൺ ലിക്വിഡ് കത്തില്ല, പക്ഷെ ഇത് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് തീപിടുത്തം കൊണ്ട് വമ്പൻ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ്, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം അതിന്, അതായത് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് അധികമായിരിക്കണം, പിന്നെ ബെറ്റർ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം, ഹൈ ഫയറിംഗ് പോയിന്റ് ആയിരിക്കണം, പെട്ടെന്ന് തീ പിടിക്കാൻ പാടില്ല, പിന്നെ പെട്ടെന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പാടില്ല, പിന്നെ ലോ വിസ്കോസിറ്റി ആയിരിക്കണം. അതിന് നമ്മൾ പിന്നെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂളിങ്ങും ഇൻസുലേഷനുമാണ്. പിന്നെ ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ നമ്മൾ 4 ടെസ്റ്റാണ് നമ്മൾ നിബ് പ്രകാരം ഒക്കെ പഠിക്കാനുള്ളത്. ഫീൽഡ് ടെസ്റ്റ് ഓഫ് ഇൻസുലേറ്റിംഗ് ഓയിൽ, ക്രാക്കിൾ ടെസ്റ്റ്, ഡൈ ഇലക്ട്രിക് ടെസ്റ്റ്, അസിഡിറ്റി ടെസ്റ്റ്. ഇതിൽ ക്രാക്കിൾ ടെസ്റ്റും ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്തും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ലാബിലൊക്കെ ചെയ്യുന്നതാണ്. ഫീൽഡ് ടെസ്റ്റ് വളരെ സിമ്പിളാണ്. ഒരു വാട്ടർ സർഫസിലേക്ക് ഒരു തുള്ളി ഒഴിക്കുക, നേരെ വളരെ സാവധാനത്തിൽ ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ സ്പ്രെഡിങ് ഏരിയ നോക്കുക. സ്പ്രെഡിങ് ഏരിയ കൂടുതലാണെങ്കിൽ അത് നോട്ട് യൂസബിൾ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ക്രാക്കൽ ടെസ്റ്റ്, ഒരു ഹോട്ട് സർഫസിലേക്ക് ഒരു തുള്ളി അല്ലെങ്കിൽ 2 തുള്ളി ഓയിൽ ഒഴിക്കുക. ക്രാക്കൽ ടെസ്റ്റ്, അത് ഒരു ക്രാക്കൽ സൗണ്ട് ഉണ്ടാകുന്ന ക്രാക്ലിംഗ് സൗണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ വെള്ളമുണ്ട്, ജലാംശമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, നമ്മളൊരു മെഷീനുണ്ട്, ഒരു പിന്നെ അതിന് നമ്മൾ പറയുന്ന BDV ടെസ്റ്റർ എന്നാണ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെസ്റ്റർ. അതിൽ ഒരു ചേംബർ ഉണ്ട്, അതിൽ ഓയിൽ ഫില്ല് ചെയ്യുക. 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അത് 2.5 mm ഗ്യാപ്പിൽ വെച്ചിട്ടുള്ള, ഈ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് വോൾട്ടേജ് നമ്മൾ പിന്നെ കൂട്ടി വരും. ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ ഇത് ബ്രേക്ക് ഡൗൺ ആവും, ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ഓഫ് ആവും. അപ്പോൾ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്കിവിടെ റീഡ് ചെയ്യും, ഈ ഡയലിൽ റീഡ് ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വെരി ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്, നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അസിഡിറ്റി ടെസ്റ്റ്, ഒരു കിറ്റ് വാങ്ങാൻ കഴിയും. പ്രൊസീജിയർ അനുസരിച്ച് ഓയിൽ എടുക്കുക, അതിലേക്ക് സ്പിരിറ്റ് ആഡ് ചെയ്യുക, ഒക്കെ ഓരോ മില്ലിയാണ്. പിന്നെ 1 മില്ലി അത് നന്നായിട്ട് പിന്നെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് 1 മില്ലി തന്നെ സോഡിയം കാർബണേറ്റ് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 5 തുള്ളി യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഒഴിക്കുക. കളറ് നമുക്കിങ്ങനെ കിട്ടും. ഈ കളറ് കിട്ടുന്നതിനനുസരിച്ച് ഇതിലെ ആസിഡ് കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ലാബിൽ ചെയ്യേണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇത് ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു.